ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ സ്ഥലത്ത് കുറച്ച് കപ്പ നടുകയാണ്. ഒരു കപ്പ നടീൽ മഹോത്സവം നടത്താൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പണിയിലാണ് ഞങ്ങൾ രണ്ടാൾ. തോമസ് സാറുണ്ട്, ഞാനും ഉണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടെയാണ് കൃഷികളൊക്കെ ചെയ്യുന്നത്. പങ്ക് കൃഷിയാണ്. അപ്പോൾ തോമസ് സാറിൻ്റെ സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, കപ്പക്കൂടം ഇത്ര മാടി. ഇനി ഇത് ഇവിടെയൊക്കെ കുറേ കപ്പ പറിക്കാനുണ്ട്. അവിടെയൊക്കെ പറിച്ചിട്ട് വേണം ഇനി നടാൻ. വീട്ടാവശ്യത്തിനായിട്ട് കുറേ കപ്പയുണ്ട് ഇവിടെ, നിർത്തിയിട്ടുണ്ട്. തോമസ് സാർ ഇങ്ങനെ കത്തിയായിട്ട് ഇങ്ങനെ ആരോ വെട്ടാൻ വേണ്ടി നടക്കുക. പണിയിലാണ്. ഞങ്ങൾ കപ്പക്കൂടം വെട്ടിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ അത് തണ്ട് വെട്ടി നടണം. അപ്പോൾ ഞങ്ങൾ ഇത്ര വെട്ടി കണ്ടില്ല. ഒരു 30 ചുവട് കപ്പയ്ക്കുള്ള കൂടം ഞങ്ങൾ വെട്ടിയിട്ടുണ്ട്. ഇവിടെ 2 കൂടങ്ങളും വെട്ടിയാൽ ഇവിടെ തീർന്നു. ഞങ്ങൾ രാവിലെ 6:30 ആയപ്പോൾ പണി തുടങ്ങിയതാണ്. രാവിലെ വന്നാൽ 2 മണിക്കൂർ എടുത്താൽ നല്ല പണിയാവും, നല്ല ഒരു എക്സർസൈസും ആവും. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ വന്ന് പണി തുടങ്ങിയതാണ്. ഞങ്ങൾ ഇപ്പോൾ ഇഞ്ചിപ്പണിയൊക്കെ ഉണ്ടായിരുന്നു. ഇഞ്ചിപ്പണിയെല്ലാം ഇഞ്ചിയെല്ലാം നട്ട് കഴിഞ്ഞു. അതിൻ്റെ പണിയെല്ലാം തീർത്തിട്ടാണ് കപ്പയിലേക്ക് തിരിഞ്ഞത്. അടുത്തത് ഇത് കഴിഞ്ഞാൽ ഉടനെ വാഴ കൃഷിയാണ്. വാഴ നടണം. അപ്പോൾ ഇതിൻ്റെ തുടർ വീഡിയോ കഴിഞ്ഞപ്പോൾ എടുക്കുന്ന ഉണ്ട്. ഇനി ഈ കപ്പ കോല് നടുന്ന വിധവും അതിന് വളമിടുന്ന വിധമൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ. ഹലോ സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മുടെ തോമസ് സാർ ഇപ്പോൾ കപ്പ നട്ടുകൊണ്ടിരിക്കുകയാണ്. വളമൊക്കെ ഇട്ട്, ചാണകം ഇട്ട്, കപ്പത്തണ്ട് മുറിച്ച് ഇവിടെയൊക്കെ നട്ടു. അതെ അതെ, ഈ നീളത്തിലാണ് നടുക കപ്പത്തണ്ട്. ഇവിടെ നിന്നാണ് വേരൊക്കെ പൊട്ടുക. അപ്പോൾ ആ ഭാഗം മണ്ണിൻ്റെ അടിയിലേക്ക് വെക്കുന്നത്. ഞങ്ങൾ കുറച്ച് ചാണകം ഇട്ടിട്ടുണ്ട്. അതെ, ചാണകം ഇട്ട് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പരീക്ഷണം കൂടിയാണ്. പലരും പറഞ്ഞാൽ ചാണകം ഇടരുതെന്നൊക്കെ. ചാണകട്ടാ കഴിക്കുമെന്നൊക്കെ പറയുന്നതൊക്കെ, പക്ഷേ ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചാൽ അതല്ല, അധിക വിളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചാണകം ഇടുന്നത്. എല്ലാം ഞങ്ങൾ വെറും മറ്റേ രാസവളമൊന്നും ചേർക്കാതെ ആണ് കപ്പ ഉണ്ടാക്കുന്നത്. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ. അതാണല്ലേ, ഇതെല്ലാം രാസവളം ചേർക്കാതെ ഉണ്ടാക്കിയ കപ്പകളാണ്. അത് തിന്നാൽ അതിൻ്റേതായൊരു ഗുണമുണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, ഞങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ രാവിലെ ഒക്കെ ഈ കപ്പയാണ് അധികം. ഞങ്ങൾ ജോലി ചെയ്യാൻ ഏറ്റവും നല്ലത് കപ്പയാണ്. അത് തിന്നിട്ട് ഒരു എനർജി, പ്രത്യേകിച്ചൊരു എനർജി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ കപ്പയൊക്കെ തിന്നിട്ട് പണിയെടുക്കുമ്പോൾ. കപ്പയോ മീനോ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തിന്നും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതെ അതെ, ഞങ്ങൾ കൃഷിയിലാണ് ഇപ്പം ഞങ്ങൾ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, കൃഷിയാണ്. അപ്പോൾ അതിൻ്റെ സാധാരണക്കാരനെ അറിയില്ലാത്തവർക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇടുന്നത്. എല്ലാവർക്കും അറിയൊന്നുമില്ല കപ്പ എങ്ങനെയാണ് നടന്നതെന്നും. അപ്പോൾ അധികം ആൾക്കാർക്കും അറിയാം, കുറച്ച് ആൾക്കാർക്ക് അറിയില്ല. കപ്പ എന്ന് പറഞ്ഞാൽ ടപ്പിയോക്ക. ഇപ്പോൾ ഓരോ നാട്ടിലും ഓരോ വേണം. ഞങ്ങൾ തിരുവിതാംകൂർ ഭാഷയിൽ കപ്പ എന്ന് പറയും, ഇവിടെ മരച്ചീനി എന്നും പറയും, പൂള എന്നും പറയും, തൃശ്ശൂർ ഭാഗത്താണെങ്കിൽ കൊള്ളി എന്നും പറയും. അങ്ങനെ ഓരോ നാട്ടിലും ഓരോ പ്രാദേശിക ഭാഷകളിലാണ് കപ്പേനെ പറ്റി അറിയപ്പെടുന്നത്. അത് എല്ലാവർക്കും ഇഷ്ടമാണ് ഒരേപോലെ. കേരളത്തിൽ 5 സ്റ്റാർ ഹോട്ടലിലെ ഇപ്പോൾ ഇഷ്ട വിഭവമാണ് കപ്പ. ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവരും വീഡിയോ കണ്ട് കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. കാണുന്നവർക്കും ഓക്കെ. കൂടെ ഞങ്ങൾ